പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീമാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇത് പുളിമൂട് ജംഗ്ഷനാണ്. ഞാൻ തിരിച്ച് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് അത് ടൈമിങ് കഴിഞ്ഞായിരുന്നു. പിന്നെ ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇത് നമ്മളെ തിരുവനന്തപുരം സ്റ്റുഡിയോ അത് സ്റ്റാച്യുവിൻ്റെ അടുത്തായിട്ട് വരുന്നതാണ്. സ്റ്റാച്യു സെക്രട്ടേറിയറ്റിൻ്റെ സ്റ്റാച്യു ട്രഷറി, അത് ട്രഷറിയാണ് കാണിച്ചത്. ഇപ്പോൾ കണ്ടത് ട്രഷറിയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരിതാണ് സെക്രട്ടേറിയറ്റ്. ഇവിടെയാണ് നമ്മളെ മന്ത്രി ഇരിക്കുന്നത്. പക്ഷേ എപ്പോഴും അവിടെ ഏത് സമയത്തും ജാഥയാണ്, എന്തെങ്കിലും ഒരു സമരം കാണും. ഇതാണ് നമ്മളെ സെക്രട്ടേറിയറ്റ്. തലയെടുപ്പോടുകൂടി നിൽക്കുന്നത്. ഇതാണ് നമ്മളെ തിരുവനന്തപുരം. അങ്ങനെ വീണ്ടും ബസ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സിഗ്നലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇത് സൗത്ത് പാർക്ക് ഹോട്ടലാണ്, തിരുവനന്തപുരത്തുള്ള സൗത്ത് പാർക്ക്. ഇത് നമ്മളെ യൂണിവേഴ്സിറ്റി, ഈ സർവകലാശാല, ഇത് VJT ഹാളാണ്. ഇവിടെ വെച്ചൊക്കെ നമുക്ക് എക്സിബിഷൻ സ്റ്റാളൊക്കെ നടത്തും. പിന്നെ എന്തെങ്കിലും പാർട്ടി പരിപാടികളൊക്കെ നടത്തും. ഇവിടെ വന്ന് യൂണിവേഴ്സിറ്റി സർവകലാശാലയാണ് ഇതുണ്ടാ കാണുന്നത്. പെട്ടെന്ന് ബസ് പോകുന്നുണ്ട്. ഇത് നമ്മളെ പാളയം അണ്ടർ പാസേജ് വഴി നമ്മൾ പോകുമല്ലോ. ഇത് പുന്നയ്ക്കാമുകൾ നമ്മൾ ഇതുവഴിയാണ് പോകുന്നത്. പുന്നയ്ക്കാമുകൾ, കാട്ടാക്കട, മലയൻകീഴ്, അങ്ങനെ എല്ലാ ബസ്സും ഇതുവഴിയാണ് പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ അണ്ടർ പാസേജ് കടന്നതാ വന്നു കഴിഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇനി കാണാൻ പറ്റുമോ അറിയത്തില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതോ കാണുന്നത്, ആ ബിൽഡിങ് അതാണ്. അവിടെ അപ്പുറത്തെ ആൾക്കാരിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മളെ അറിയാമല്ലോ എല്ലാവർക്കും. ഇത് ഇവിടെ വന്നിട്ട് ബേക്കറി ജംഗ്ഷനാണ്. നമ്മൾ ബേക്കറി ജംഗ്ഷനിലെത്തി. പിന്നെ ഇത് വന്നിട്ട് നേരെ വഴുതക്കാട് ജംഗ്ഷനായി. വഴുതക്കാട് ജംഗ്ഷനിൽ നമ്മൾ നേരെ പോവുകയാണ്. പിന്നെ കുറേ ദൂരം പോയി പൂജപ്പുര ജയില്, സെൻട്രൽ ജയില്, ഇതെല്ലാം കാണാൻ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. എങ്കിലും ഞാൻ എൻ്റെ ഒരു ഇതിൽ വെച്ച് ഞാനന്ന് എടുത്തിട്ടതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.